ടോം ആൻഡ് ജെറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേര് ഏതറിൻ്റെ റിസ്റ്റിയാണ് നമ്മുടെ വണ്ടിയുടെ കമ്പനി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വണ്ടീനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു ഹെൽമെറ്റാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റും ഗ്രീനും ഷെയ്ഡൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഹെൽമെറ്റാണ് അവർ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ വണ്ടി നമ്മളെടുത്തിരിക്കുന്നത് പിസ്ത വൈറ്റ് ഷെയ്ഡുള്ള വണ്ടിയാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലായിട്ട് അവരുടെ ഏതറിൻ്റെ തന്നെ എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ കളറിൽ അവരുടെ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ മൊത്തത്തിൽ വണ്ടി കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. പിന്നെ കീട്ട് തുറന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അതിൽ വിഷ്വൽസ് കാണാനായിട്ട് സാധിക്കും. സ്ക്രീൻ ഇങ്ങനെ തെളിഞ്ഞു വരും. സ്ക്രീനിലിങ്ങനെ നടുക്കിലായിട്ട് റിസ്റ്റാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സൈഡിലായിട്ട് സ്മാർട്ട് എക്കോ മോഡും സിബ് മോഡും ഉണ്ട്. സ്മാർട്ട് എക്കോ മോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പീഡിലൊക്കെ പോകും, 40 റേഞ്ചിലൊക്കെ പോകും. പക്ഷേ സിബ് മോഡ് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പീഡിൽ പറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നല്ല കയറ്റത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിബ് മോഡിലിട്ടാലാണ് നല്ല സ്പീഡിൽ പോകാനായിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓണാക്കുമ്പോൾ സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമാണ് നമുക്ക് ഈ വണ്ടി ഓണാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഞാൻ തട്ടി ബ്രേക്ക് പിടിച്ച് സാധാരണ സ്കൂട്ടി ഓണാക്കണ പോലെ തന്നെ നമ്മൾ വണ്ടി ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സീറോയിൽ ഇങ്ങനെ കിലോമീറ്റർ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ നമ്മൾ എത്ര കിലോമീറ്റർ പോകുന്നുള്ളത് അതിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ടത് റിവേഴ്സ് ഗിയറാണ്. റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫീമെയിൽസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ട് പോകുമ്പോൾ ബാക്കിലേക്ക് വണ്ടി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിവേഴ്സ് ഗിയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വണ്ടി ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് നന്നായി പോകും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ റിവേഴ്സ് വരുന്ന സമയത്ത് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ യെല്ലോ ലൈറ്റ് കത്ത് നമ്മൾ കാറിലും ബാക്കി വണ്ടികളിലൊക്കെ ഉള്ള പോലെ തന്നെ റിവേഴ്സ് ഗിയറിൻ്റെ ലൈറ്റുകൾ കത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ സൈഡിലും അതിൻ്റെ ബട്ടൺസിൻ്റെ അങ്ങനെ നമ്മൾ റിവേഴ്സിൽ പോകാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യൂട്ടോ എന്തായാലും. കാരണം അത്രയും നല്ല പവർഫുള്ളായിട്ട് പോണ വണ്ടിയാണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് എക്കോ മോഡും സിപ്പ് മോഡും മാറ്റാനായിട്ട് അവിടെ ഒരു കീ, ആ നടുക്കിലുള്ള കീയാണ് അത് ചെയ്യണത്. അങ്ങോട്ട് സൈഡിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ സിപ്പ് മോഡാവും, തിരിച്ച് ഇപ്പുറത്തേക്ക് ലെഫ്റ്റിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അത് സ്മാർട്ട് എക്കോ മോഡാവട്ടെ. പിന്നെ ഇത് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു പോട്ടാണിത്, അത് മൂടി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് അത്യാവശ്യം വെയിറ്റുകളൊക്കെ അതിൽ തൂക്കിയിടാനായിട്ട് സാധിക്കും ഫ്രണ്ടിൽ കാണുന്നതിൽ. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ കമ്പികളൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തിരിക്കുന്ന ഫിറ്റിങ്സ് ആണ് കേട്ടോ. ചുറ്റും അത് വെച്ചിട്ടുണ്ട്. കാരണം അതൊരു 4500 ഒക്കെ വന്നു അതിൻ്റെ റേറ്റ്. നമ്മൾ മിക്കവരും അത് വെക്കുന്നുണ്ട്. വണ്ടിയുടെ ചുറ്റും നമ്മളങ്ങനെ ബ്ലാക്ക് കളറിൽ കമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഞാൻ വണ്ടി കൊണ്ട് പോയി തട്ടിയിട്ടായിരുന്നു. പക്ഷേ വണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. ഈ സൈഡിലുള്ള കമ്പികളെല്ലാം കൂടെ നല്ല പ്രൊട്ടക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് വണ്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഇനി നമ്മൾ ഇതിൻ്റെ വണ്ടിയുടെ ഡിക്കി ഞാൻ കാണിച്ചു തരാം. നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിനകത്ത് ഒരു ബാഗ് നമ്മൾ എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 800 ആയി അതിൻ്റെ റേറ്റ്. അത് ശരിക്കും 1200 ഒക്കെ അതിന് റേറ്റ് വരും. നമ്മളിപ്പോൾ വണ്ടി വാങ്ങിച്ചോടത്ത് തന്നെ അത് വാങ്ങിയ കാരണം നമുക്ക് അത്ര റേറ്റിന് കിട്ടി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിലത്തെ സ്റ്റോറിങ് സ്പേസ് നാശമാവാണ്ട് ഈ ബാഗിൻ്റെ ഉള്ളിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ബാഗ് വരുന്നത്. നല്ല ബാഗാണ്. നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ സഞ്ചിയോ സാധനങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകണമെങ്കിലും ഇത് വെച്ച് പോകാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് 2 ഹെൽമെറ്റൊക്കെ ഇതിനകത്ത് വെക്കാനോ അല്ലെങ്കിൽ 2 കോട്ടും ഒരു ഹെൽമെറ്റൊക്കെ ഇതിലേക്ക് വെക്കാനൊക്കെയുള്ള സ്റ്റോറിങ് സ്പേസ് ഉണ്ട് ഇതിന്. പിന്നെ സൈഡിലായിട്ട് ഇതിന് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ലൈസൻസും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും പേഴ്സ് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡിലത്തെ ഇതിൽ വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ഫസ്റ്റ് എയ്ഡ് അതും വന്നിട്ടുണ്ട്. അതും നമുക്കതിൽ ചെറിയൊരു പോട്ടിൽ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ.